ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും അറിഞ്ഞിട്ടായിരിക്കും തുടങ്ങിയത്. സെയിൽസ് അറിയായിരിക്കാം, മാർക്കറ്റിംഗ് അറിയായിരിക്കാം, ഓപ്പറേഷൻ അറിയായിരിക്കാം. എന്റെ അറിവിൽ മെജോറിറ്റി ഓൺട്രപ്രണർ ഈ മൂന്ന് കാര്യത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. നിങ്ങൾ ട്രെയിനിങ്ങിന് പോണതും ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സെയിൽസ് ട്രെയിനിങ് കണ്ട അപ്പ കയറും. സെയിൽസ് എങ്ങനെ കൂട്ടണമെന്നോർത്ത് പഠിപ്പിച്ചാൽ അതിന്റെ പിന്നിൽ നടക്കും. നിങ്ങൾക്ക് ഇത് മൂന്നിനോടാണ് താല്പര്യം. പക്ഷെ ഞാൻ പറയും, ഇത് മൂന്നിന് ഫൗണ്ടേഷൻ വേറെ രണ്ടെണ്ണം ഉണ്ട്. അത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും നെക്സ്റ്റ് ലെവലിൽ പോവില്ല. ആ രണ്ടിന്റെ പേരാണ് HR ആൻഡ് ഫിനാൻസ്. HR-ഉം ഫിനാൻസിനോട് നമുക്ക് താല്പര്യമേ ഇല്ല. കാരണം അത് കോസ്റ്റ് സെന്റേഴ്സ് ആണ്. അത് പൈസ ചെലവാക്കുന്ന പരിപാടിയാണ്. പൈസ ചെലവാക്കുന്ന പരിപാടിയോട് നമുക്ക് താല്പര്യമില്ല. 40 സ്റ്റാഫ് ഉണ്ടാവും, HR എക്സിക്യൂട്ടീവ് ഉണ്ടാവില്ല. HR-നെ കുറിച്ച് ഒരു കാര്യം നടക്കില്ല, പെർഫോമൻസ് റിവ്യൂ നടത്തില്ല, ഒരു HR പോളിസി ഉണ്ടാവില്ല. സ്ഥാപനത്തിൽ HR പോളിസി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. HR പോളിസി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 25,000 രൂപ മുടക്കില്ല. റിക്രൂട്ട്മെന്റിന് വേണ്ടി ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഞാൻ എത്ര ചോദ്യം ചോദിച്ചു ഫിനാൻസിനെ കുറിച്ച്, ഉത്തരം കിട്ടില്ല. എന്താ കാരണം? ഫിനാൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനേ അവിടെ നടക്കുന്നില്ല എന്നാണ്.